നമ്മളെ മട്ടന്റെ കാര്യം ആലോചിക്കുമ്പോൾ ബുഹാരി എന്ന് പറയുമ്പോൾ ബുഹാരി അന്വേഷിച്ചാണ് വന്നത് ഇവിടെ കറക്റ്റായിട്ട്. ബുഹാരിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കറക്റ്റ് ബുഹാരിയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. മട്ടൻ കണ്ടിട്ട് നിന്ന കണ്ട നല്ല ഒറിജിനൽ മട്ടനാണ്. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് കറക്റ്റ് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അട്ടക്കുളങ്ങനെയാണ് നിൽക്കുന്നത്. ജംഗ്ഷൻ അല്ലേ? അട്ടക്കുളങ്ങര. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് മനസ്സിലായി ഞാനിപ്പോൾ അട്ടക്കുളങ്ങര എത്തി. അട്ടക്കുളങ്ങര അപ്പോൾ അത് എൻ്റെ ബാക്കിൽ അപ്പോൾ അതായിരിക്കല്ലേ ഈസ്റ്റ് ഫോർട്ട്. അപ്പോൾ അതാണ് ഈസ്റ്റ് ഫോർട്ട്. അത് ഈസ്റ്റ് ഫോർട്ടിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ ചാല, റൈറ്റ് സൈഡിലോട്ട് പോയാൽ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നിന്ന് കോവളം പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ബുഹാരി. അട്ടക്കുളങ്ങര ജംഗ്ഷനിൽ തന്നെ വേണ്ട നല്ല ഒറിജിനൽ മട്ടൻ. അയ്യോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒറിജിനൽ മട്ടൻ. അപ്പോൾ ബാക്കി ഇതിന്റെ വിശേഷങ്ങൾ ബാക്കിയല്ല നമുക്ക് ബുഹാരിയുടെ ഉള്ളിൽ കയറിയിട്ട് അറിയാലേ. ചേട്ടൻ ഇവിടുത്തെയാണോ? ഇവിടുത്തെ ചേട്ടൻ. അപ്പം എന്തായാലും ഉള്ളിൽ കയറാം. അയ്യോ ഇതാണ് അഷ്റഫിക്ക നമ്മളെ ഇവിടുത്തെ ഓളിനോ അല്ലേക്കാ. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും സ്ഥലം അറിയില്ല. നമ്മൾ ഈ ജംഗ്ഷൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ എവിടെയാന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ കുറച്ച് നമ്മുടെ മട്ടൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മട്ടൻ ഇറക്കുമ്പോൾ അപ്പോൾ പിന്നെ ഇങ്ങനെ പൊക്കത്തോട് നോക്കിയപ്പോൾ കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എത്തിപ്പെടും. കറക്റ്റ് ആ മട്ടൻ ഇറക്കണ കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്നാണല്ലേ അങ്ങോട്ട് തപ്പിപ്പോയേനെ. അപ്പോൾ കറക്റ്റായിട്ട് ബുഹാരി കണ്ടുപിടിച്ച്. അപ്പോൾ നമ്മളിത് എത്ര നാളായി തുടങ്ങിയിട്ട്? നമ്മുടെ 1954 തുടങ്ങിയതാണ്. 1954 1954 തുടങ്ങിയതാണ്. ഓക്കെ. അപ്പോൾ ഇത് ആരായിട്ടാണ് തുടങ്ങിയത്? വള്ളക്കട മൊയ്തീൻ സാഹിബ് തുടങ്ങിയതാ. അതല്ലേ? അതിനുശേഷം ബുഹാരി മകനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വൈഫാണ് ഇപ്പൊ നടത്തുന്നത്. സുനിത ബുഹാരി. അപ്പോൾ നമ്മൾ 1954 എന്ന് പറഞ്ഞപ്പോൾ ഇത് അടുത്ത വർഷം 60 വർഷം തികയാണുള്ളത്. അടുത്ത 2014 60 വർഷം തികയാണ് ബുഹാരി. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബുഹാരിയിലെ മട്ടൻ ചാപ്സ് ശരിക്കും നല്ല ഫേമസ് ആണ്. ഇപ്പോഴും ആ പണ്ടത്തെ രീതിയിൽ തന്നെ, പണ്ട് നല്ല ശരിക്കും നല്ല ഫേമസ് ആക്കിയത് ആ ഒരു ടൈമിലെ മട്ടൻ ചാപ്സ്. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ഇങ്ങനെ 60 വർഷമായിട്ട് സെയിം തന്നെ. നമ്മള് എന്താ പറയാ ആടിനെ വെച്ച് സെയിം ആ രീതിയിൽ തന്നെ ഒരു മാറ്റമില്ല. ഒരു മാറ്റമില്ല ടേസ്റ്റ് എന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും തേടി പിടിച്ച് ഇവിടെ വന്നത്. ആൾക്കാരും ഞാനും നമ്മളെല്ലാരും കൂടി. അപ്പൊ എന്തായാലും ഇക്ക നമ്മള് കിച്ചണിലോട്ട് കടന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അല്ലേ കിച്ചണിലേക്ക് പോവാം. എവിടെ നോക്കിയേ എന്താ പറയാ നമ്മുടെ പഴയ രീതിയിലുള്ള ശരിക്കും എന്താ പറയാ ബോയിലർ നമ്മുടെ വെള്ളം ചായക്കൊക്കെ വേണ്ടി വെള്ളം ചൂടാക്കുന്ന കരി ഉപയോഗിച്ചേ. ഇവിടെ കൽക്കരി ഇട്ടിട്ടുണ്ട്. കരി ഉപയോഗിച്ചിട്ടാണ്. ഇതെങ്ങനെ കരി ഇടുന്ന ചോട്ടിലാണോ? എത്ര വർഷം മുമ്പുള്ള അത് തുടങ്ങിയപ്പോ ഉള്ള ആ സമയത്തുള്ള 1954 ഉണ്ടായിരുന്ന അതേ സിസ്റ്റം തന്നെ. ഇതിപ്പോ നടുക്ക് കൂടിയിട്ടോ നടുക്ക് കുഴലല്ലേ? അപ്പൊ അതിന്റെ ചുറ്റിലും മറ്റേ വെള്ളം ടാങ്ക് പോലെ. അപ്പൊ ഇങ്ങനെ കുഴൽ വന്നിട്ട് ആ കുഴലിന്റെ ചുറ്റിനും ശരിക്കും എന്താ പറയാ ഇതാണ് എന്താ വെള്ളം. അപ്പൊ ആ കുഴലില് ചൂട് ആ വെള്ളത്തിന് കയറി പിടിച്ചിട്ട് അങ്ങനെയല്ലേ ഉള്ള. ഇതിപ്പോഴും നന്നായിട്ട് പ്രിസർവ് ചെയ്ത് അങ്ങനെ നന്നായിട്ട് തന്നെ വെച്ച് കൊണ്ടുവന്നു. കാരണം പുക പോവാൻ വേണ്ടിയിട്ട് ഒരു കോല അങ്ങോട്ട് നീന്തിപ്പുണ്ട്. പിന്നെ ഇവിടെ മറ്റേ പാല് ചൂടാക്കാനും അതുപോലെ തന്നെ കൽക്കരിയിട്ട് ഇങ്ങനെ നീറ്റിച്ചല്ലേ ചൂടായി. എന്തായാലും കൊള്ളാം. നമുക്ക് എന്നാ കിച്ചണിലോട്ടല്ലേ. ഇതൊരു സെക്ഷൻസ് ആയിട്ടാണല്ലേ. ഇത് സലീം അല്ലേ? ഹിന്ദി ചിക്കൻ ഫ്രൈഡ് ആണ് സ്പെഷ്യൽ. ഇവിടെ മൊത്തം ചിക്കൻ ഫ്രൈ, ചിക്കൻ്റെ ഏരിയ ഈ ഭാഗത്ത് ഉണ്ടാക്കുന്നല്ലേ. മട്ടൻ ചാപ്സ് അല്ലേ? അപ്പൊ നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. ഇത് ഓൾറെഡി കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യാൻ വേണ്ടി നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് മട്ടൻ ചാപ്സ്. മട്ടൻ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്. അപ്പൊ മട്ടൻ ചാപ്സ്, മട്ടൻ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്
ഇതെല്ലാം ഇവിടെ റെഡിയാണ്. ഇതൊന്നും അല്ല, ലൈനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി നേരത്തെ വെച്ചേക്കാണ്. ഇപ്പൊ എന്തായാലും നമുക്കൊന്നും കൂടി ഉണ്ടായി കാണിക്കും. കോരി കൊടുക്കുന്ന ആളാണ്. കോരി കൊടുത്തു ബുഹാരി. ഇവിടെ പാൻട്രിയുടെ സൂപ്പർവൈസർ ആണ്. പേരെന്താ? നസീർക്ക് അല്ലേ? നസീർക്കാണ് ഇവിടുത്തെ പാൻട്രിയുടെ സൂപ്പർവൈസർ എല്ലാം കൂടി അല്ലേ? ഉള്ളോ ഇവിടുത്തെ കിച്ചന്റെ ആ ഏരിയയുടെ ഒക്കെ അല്ലേ? മെയിനാണല്ലേ. വിൽക്കാൻ നടക്കട്ടെ, നമ്മളെ ഉള്ളിലോട്ട് ഞാൻ കിടക്കും. ഇതാണ് കിച്ചൺ അല്ലേ? കിച്ചൺ മൊത്തം അടുപ്പില്. അതെ, ഇതാണ് നമ്മുടെ മെയിൻ മാസ്റ്റർ ആണ്. അബൂ തൽഹത്ത് വിളിക്കുന്ന ഷെറഫാണ്. ഷെറഫ് അപ്പൊ ഇക്കാനല്ലേ ഇവിടുത്തെ മെയിൻ കുക്കിംഗ്. അതെ അതെ, മെയിൻ ആളാണ്. അപ്പൊ ഇന്ന് നമുക്ക് മട്ടൻ ചാപ്സ് ഇക്കടൊക്കെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഞാനിവിടെ ഷർഫിക്കായിട്ട് കൂടി പതുക്കെ ഒന്ന് മട്ടൻ ചാപ്സിലോട്ട് ഞാൻ കിടക്കട്ടെ. നമ്മുടെ അഷ്റഫിക്കൊക്കെ അവിടെ കുറച്ച് തിരക്കുണ്ട്. ഇപ്പൊ നല്ല റെസ്റ്റോറന്റ് സമയമാണ്. അപ്പൊ ഇക്ക എന്തായാലും ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഇക്കായിട്ട് കൂടിയിട്ട് നമ്മ ചാപ്സ് ഒന്ന് വെക്കട്ടെ. താങ്ക് യു. അതെ, ഞാനിവിടെ വന്നപ്പോ തന്നെ നമ്മുടെ എന്താണ് ഇക്ക ഇവിടെ നമ്മുടെ പാൻട്രിയുടെ ഒക്കെ ഇല്ലേ, നസീർക്ക എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ കാണിക്കാൻ വേണ്ടത്. മട്ടന്റെ ബ്രെയിൻ, കിഡ്നി അല്ലേ? മട്ടന്റെ കിഡ്നി, മട്ടന്റെ ലിവർ, ഞെല്ലി. ഇത് ശരിക്കും മറ്റേ കടിച്ച് ഇങ്ങനെയൊക്കെ കഴിക്കണല്ലേ? മട്ടന്റെ മജ്ജയൊക്കെ കടിച്ച് പൊട്ടിച്ച് കഴിക്കണത് ജെല്ലി. ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, മട്ടൻ സൂപ്പ് ഉണ്ടാ? ഈശ്വര, മട്ടൻ സൂപ്പ്, മട്ടൻ റോസ്റ്റും മട്ടൻ ചാപ്സും അല്ലേ? അപ്പോൾ മട്ടൻ്റെ ഐറ്റംസ് ഇത്രയൊക്കെ സ്പെഷ്യൽ ഉണ്ട്. പിന്നെ ഇത് ചിക്കൻ വേറെ, അത് കൂടാണ്ടുള്ളത്. പിന്നെ എന്തായാലും ബാക്കി നമ്മുടെ ഇക്കതെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി